തൃശൂരിലെ കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലാലി ജെയിംസ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരിക്കുന്നത്. തനിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായാൽ കൂടുതൽ പാർട്ടിക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ വെളിപ്പെടുത്തലുകൾ തന്റെ ഭാഗത്തുനിന്നുണ്ടാകും. തൃശൂർ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന രാജൻ പല്ലനെതിരെ സാമ്പത്തിക ക്രമക്കേടടക്കം കഴിഞ്ഞ 10 വർഷം എന്താണ് രാജൻ പല്ലൻ ചെയ്തത് എന്ന് കൃത്യമായി കോൺഗ്രസ് കൗൺസിലർമാർക്ക് അറിയാം. അപ്പോൾ എന്താണ് രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ അവിടെ കഴിഞ്ഞ 10 വർഷം തൃശൂർ നഗരസഭയിൽ UDF കൗൺസിലർമാർ ചെയ്തത് അല്ലെങ്കിൽ രാജൻ പല്ലൻ ചെയ്തു കൂട്ടിയത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്ന സൂചന കൂടി നൽകിക്കൊണ്ടാണ് ലാലി ജെയിംസ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. സാരംഗ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സാരംഗ്, വ്യക്തമാണ് അവരുടെ കാര്യങ്ങളിലുള്ള വിമർശനം. കാരണം മേയർ സ്ഥാനത്തേക്ക് യോഗിയായിരുന്നു, കഴിഞ്ഞ 4 ടേമുകളിലായി കൗൺസിലറായി വന്നതാണ്, പ്രവർത്തന പരിചയം. രാജൻ പല്ലൻ 5 ടേമിലായിരുന്നെങ്കിൽ 4 ടേമുകളിലായി ഞാനും കൗൺസിലറായിരുന്നു, അപ്പോൾ അത്രത്തോളം പ്രവർത്തന പരിചയമുണ്ട്. ഇത് KC വേണുഗോപാൽ ഗ്രൂപ്പിന്റെ ഉള്ളിലെ ഗ്രൂപ്പ് കളിയാണെന്നാണ് ലാലി ജെയിംസ് പറഞ്ഞു വെക്കുന്നത്. വിനിഷ, തീർച്ചയായും വലിയ സംഭവ വികാസങ്ങളിലേക്കാണ് നിലവിൽ തൃശൂർ കോർപ്പറേഷനിലെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് പണമിടപാട് ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് നിലവിൽ ലാലി ജെയിംസ്, കൗൺസിലറായിട്ടുള്ള ലാലി ജെയിംസ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. പ്രധാനമായും ഈ DCC പ്രസിഡന്റ് ഇത്തരത്തിൽ ഈ മേയർ ആകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മേയർ ആക്കുന്നതിന് വേണ്ടി പണം ആവശ്യപ്പെട്ടിരുന്നു. അത് സ്വന്തം പേരിലല്ല, മറിച്ച് പാർട്ടിയുടെ പേരിലാണ്. പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം നൽകണം. ഇവിടെ ഇങ്ങനെയാണ്, പണം നൽകിയാൽ മാത്രമേ പണം നൽകിയെങ്കിൽ മാത്രമേ ഇവിടെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഈ മേയർ പദവിയിലുമൊക്കെ എത്താൻ കഴിയൂ എന്നാണ് ലാലി ജെയിംസിനോട് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ചോദിച്ചത്. എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി ലാലി ജെയിംസ് നൽകുകയും ചെയ്തിരുന്നു. തൻ്റെ കയ്യിൽ പണമില്ല, പണം കൊടുത്ത് മേയർ ആകണ്ട എന്നുള്ള കാര്യമാണ്. ഇതിനെല്ലാം ഗുരുതര ആരോപണങ്ങളാണ്. അതായത് KC വേണുഗോപാൽ, നമ്മൾ തുടക്കം മുതലേ തന്നെ വാർത്തകളിലൊക്കെ സജീവമായിരുന്നു. ഇവിടെ ചരടുവലി, അതായത് മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ ചരടുവലികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അത് പ്രധാനമായും ഇത്തരത്തിൽ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ തുടക്കം മുതലേ തന്നെ വാർത്തകളിലും മാധ്യമങ്ങളിലും കണ്ടിരുന്നതാണ്. അത്തരത്തിലൊരു സംഭവം ഉറപ്പിച്ചു പറയുകയാണ് ലാലി ജെയിംസ്. അതായത് ഈ മേയർ സ്ഥാനം മാറ്റുന്നതിനായിട്ട്, അതായത് നിജി ജസ്റ്റിന് നൽകുന്നതിനായിട്ട് KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നും വലിയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ KC വേണുഗോപാലിൻ്റെ ഒരു സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയെല്ലാം തന്നെ നിരീക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഇത്തരത്തിൽ KC വേണുഗോപാലിൻ്റെ സംഘമാണെന്നുള്ള കാര്യം അടിവരയിട്ട് പറയുകയാണ് ലാലി ജെയിംസ്. അത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള സ്വാധീനം നടത്തിക്കൊണ്ടാണ് നിലവിൽ നിജി ജസ്റ്റിൻ ഇത്തരത്തിൽ ഈ മേയറായി ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളതും എന്നുള്ള കാര്യം കൂടി ലാലി ജെയിംസ് ആരോപണം ഉന്നയിക്കുകയാണ്. എന്തിനായാലും KC വേണുഗോപാലിൻ്റെ ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ തുടക്കം മുതലേ ഇത് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, വലിയ ഗുരുതര ആരോപണങ്ങളാണ് നിലവിൽ ലാലി ജെയിംസ് ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഈ തുറന്ന പ്രഖ്യാപനം നടന്ന സാഹചര്യത്തിൽ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ് മാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞത്. എന്നാൽ തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ നടപടി ഉണ്ടായെങ്കിൽ പോലും അത് പൊളിച്ചടക്കുന്ന രീതിയിൽ മറ്റ് പ്രമുഖ നേതാക്കളുടെ മുഖച്ഛായ പോലും തകരുന്ന രീതിയിൽ പല വെളിപ്പെടുത്തലും തനിക്ക് പറയാനുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ രാജൻ പല്ലൻ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുള്ള രാജൻ പല്ലനെതിരെ പോലും പലതരത്തിലുള്ള സാമ്പത്തിക ആരോപണങ്ങൾ, അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ അറിവോടെ തന്നെ നടന്നിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് പോലും തുറന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. DCCയെയും തൃശ്ശൂരിലെ കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കുന്ന കൂടുതൽ ആരോപണങ്ങൾ ഇനി തനിക്കെതിരെ ഒരു ചെറുവിരൽ അനങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് ലാലി ജെയിംസ് നിലവിൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ വലിയ തർക്കങ്ങളിലേക്ക് തൃശ്ശൂർ കോർപ്പറേഷനിലെ രാഷ്ട്രീയ സാഹചര്യം എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. വിനിഷ.